ശബരിമലയിൽ 2500 വർഷമായി അവിടെ ശാസ്താക്ഷേത്രമുണ്ട്. അവിടെ ആദ്യം മലയരന്മാരായിരുന്നു അവിടുത്തെ രാജാക്കന്മാരും പുരോഹിതന്മാരും. അവസാനത്തെ മലയര പുരോഹിതൻ 1852 വരെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ വീരശൈവർ പുരോഹിതന്മാരായി ശബരിമലയിൽ, വീരശൈവർ. അത് കഴിഞ്ഞ് 1902 തീവെപ്പിന് ശേഷമാണ് ഇപ്പോഴത്തെ താഴവൺ തന്ത്രി അവിടെ കയറുന്നത്. 1904 താഴവൺ തന്ത്രി അവിടെ എത്തുന്നത്. അതേ അവിടെ കയറിയിട്ട് ഇപ്പോൾ 122 വർഷമായി, 122 വർഷമായി. അപ്പോൾ 2500 കൊല്ലമായി അവിടെ നിലനിന്നിരുന്ന ക്ഷേത്രം, മഹത്തായ ശാസ്താക്ഷേത്രം. ആ ക്ഷേത്രത്തിൽ അയ്യപ്പ ഭഗവാൻ ബന്ധപ്പെടുന്നത് AD 1370 ശേഷമാണ്. പാണ്ഡ്യ രാജാക്കന്മാർ അവിടെ ഭരിച്ചിരുന്നു. അപ്പോൾ കേരളത്തിൽ വളരെ പ്രഗത്ഭരായ ഒരു രാജവംശം ഉണ്ടായിരുന്നു. അതാണ് കളബ്ര രാജവംശം. AD 2-ാം നൂറ്റാണ്ട് മുതൽ 7-ാം നൂറ്റാണ്ട് വരെ. അവരുടെ ഏറ്റവും പ്രഗത്ഭനായ രാജാവായിരുന്നു അച്യുത വികണ്ഠൻ. AD 467 മുതൽ 507 വരെ ഭരിച്ചത് രാജാവ്. ഈ കളബ്രരെ അവരെ ബുദ്ധിമുട്ടക്കാരായിരുന്നു. അവരെ പാണ്ഡ്യ രാജാവെ കടുംകൊണ്ട് പരാജയപ്പെടുത്തി കഴിഞ്ഞ ശേഷം 7-ാം നൂറ്റാണ്ടിന് ശേഷം മഹാരാഷ്ട്രയിൽ നിന്ന് വാമന പരശുരാമനും അദ്ദേഹത്തിന് കൂടുള്ള ബ്രാഹ്മണരും ഒക്കെ കേരളത്തിലേക്ക് കുടിയേറി. അങ്ങനെ കുടിയേറിയ ക്ഷേത്രങ്ങൾ നിലനിൽക്കുമ്പോൾ AD 1185 വേണാട് രാജാവിൻ്റെ മകൾ ഭുവനേശ്വരിയെ പാണ്ഡ്യ രാജാവ് കല്യാണം കഴിച്ചു. പാണ്ഡ്യ രാജാവ് കല്യാണം കഴിച്ചപ്പോൾ സ്ത്രീധനമായി കൊടുത്തത് പൂഞ്ഞ, ശബരിമല, അച്ചൻകോവിൽ, ആര്യങ്കാവ്, കൊളുത്തുപ്പുഴ ഉൾപ്പെട്ട ഭൂപ്രദേശം സ്ത്രീധനമായിട്ട് കൊടുത്തു. 1985 കല്യാണം കഴിച്ച ഭുവനേശ്വരുടെ മക്കളുടെ കാലത്ത് ഈ അതിര് നിർമ്മിച്ച തർക്കമുണ്ടായി. എവിടം വരെ ഉണ്ട് ഞങ്ങളുടെ സ്ത്രീധനം? അതിൻ്റെ പേരിൽ 1968 പാണ്ഡ്യ രാജാക്കന്മാർ കേരളം ആക്രമിച്ചു. വേണാട് രാജാവിനെ കൊല്ലം വന്ന് പിടിച്ചെടുത്തു. വേണാട് രാജാവിൻ്റെ മക്കളെ കൊന്നു. ഭയങ്കര സംഭവമാണ്. പക്ഷെ അതോടുകൂടി പാണ്ഡ്യ സൈന്യം പിന്മാറി. പിന്നീട് രവിവർമ്മ കുലശേഖരൻ്റെ കാലത്ത് വളരെ പ്രസിദ്ധമായി മധുരയിലെ രാജവംശം, നമ്മുടെ ഭുവനേശ്വർ രാജകുമാരുടെ കൊച്ചുമക്കൾ അവിടെ ഭരിക്കുന്ന കാലഘട്ടം ഉണ്ടായി. പക്ഷേ 1308 പാണ്ഡ്യ രാജാവ് രവിവർമ്മ കുലശേഖരൻ 2 മക്കളുണ്ടായിരുന്നു. മൂത്ത മോൻ സുന്ദരപാണ്ഡ്യൻ ഇഷ്ടമുള്ള പട്ടമഹർഷിയിൽ ജനിച്ച കുട്ടിയായിരുന്നു. എന്നാൽ ഒരു വെപ്പാട്ടിയിലൊരു മോനുണ്ടായി, അതാണ് രവി പാണ്ഡ്യൻ. പക്ഷെ രവി പാണ്ഡ്യൻ പട്ടമഹർഷിയിലുണ്ടായ മോനേക്കാൾ സുന്ദരപാണ്ഡ്യനേക്കാൾ മിടുക്കനായിരുന്നു. എപ്പോഴും ഈ ഡ്യൂപ്ലിക്കേറ്റുകളും ഒറിജിനലിനേക്കാളും ഈ പിഴച്ചിരിക്കുന്നില്ല പിള്ളേരാണ്. അവൻ ഈ ഒറിജിനലിനേക്കാൾ ഭയങ്കര കഴിവായിട്ടായിരുന്നു. രവിപാണ്ഡ്യൻ്റെ കഴിവാണ്. അപ്പോൾ ഈ തന്ത എന്തെന്നറിയാമോ? രവി പാണ്ഡ്യനെ പിടിച്ച് പിൻഗാമിയായിട്ട് വാഴിച്ചു, യുവരാജമായിട്ട് വാഴിച്ചു. സുന്ദരപാണ്ഡ്യൻ തിരിച്ചെത്തി അപ്പനെ പിടികൂടി കഴുത്തോട്ടി കൊന്നവൻ, തന്തയെ കൊന്നവൻ. രവിപാണ്ഡ്യൻ വിവരം പറഞ്ഞ് പാഞ്ഞെത്തി സുന്ദരപാണ്ഡ്യനെ തോപ്പിച്ച് ഓടിച്ചു. സുന്ദരപാണ്ഡ്യൻ നേരെ ഡൽഹി പോയി അലാവുദ്ദീൻ ഖിൽജിയെ കണ്ടു. ഖിൽജി എന്തെന്നറിയാം, ഒരു മുസ്ലിം സൈന്യത്തെ അയച്ചു കൊടുത്തു സുന്ദരപാണ്ഡ്യനെ സഹായിക്കാൻ വേണ്ടി. അങ്ങനെ സുന്ദരപാണ്ഡ്യൻ വന്ന് മധുര പിടിച്ചു. അതാണ് MGR അഭിനയിച്ച ഏറ്റവും പ്രസിദ്ധമായ സിനിമ മധുരയെ വീണ്ടെടുത്ത സുന്ദരപാണ്ഡ്യൻ. MGR ആ കുതിരപ്പുറത്ത് വരുമ്പം തമിഴ്നാട്ടിലൊക്കെ തിയേറ്റർ ഇളകി പോകും, ജനത്തിന് ഭയങ്കര ആഘോഷമാണ്. സുന്ദരപാണ്ഡ്യൻ പിടിച്ചു കഴിഞ്ഞ് അപ്പോൾ രവിപാണ്ഡ്യൻ രക്ഷപ്പെട്ട് കേരളത്തിലേക്ക് വന്നു. അദ്ദേഹം കേരളത്തിലേക്ക് വന്ന് ശബരിമലയുടെ സ്ഥലത്ത് വന്ന് താമസിച്ചു. പക്ഷേ മാലിക് കാഫറും അദ്ദേഹത്തിൻ്റെ കൂടെ പറയന്മാരുടെ ഒരു സൈന്യമാണ്. അവർ വന്നിട്ട് ശബരിമലയുടെ അവിടെ വെച്ചിട്ട് ഭയങ്കര യുദ്ധം ഉണ്ടായി. ആ യുദ്ധം നടന്ന സ്ഥലം നമ്മളിപ്പോൾ വിളിക്കുന്ന ആങ്ങമൊഴി എന്നാണ്. അംഗം ഒഴിഞ്ഞ സ്ഥലം, യുദ്ധം നടന്ന സ്ഥലം. ആ സൈന്യത്തിൻ്റെ ആയുധങ്ങളൊക്കെ സൂക്ഷിച്ച സ്ഥലം ലോഹപ്പീഡിയ, ലോഹം കൊണ്ട് ആയുധം ഉണ്ടാക്കി വെച്ച സ്ഥലം. ഇപ്പം നമ്മളതിനെ വിളിക്കുന്ന ലാഹപ്പീഡിയ. പാണ്ഡ്യ സൈന്യം താവള സ്ഥലം പാണ്ഡിത്താവളം, ഇപ്പോഴും നമ്മൾ പാണ്ഡിത്താവളം എന്ന് വിളിക്കും. ഈ സൈന്യം വന്ന് നിലയ്ക്കൽ ആക്രമിച്ചു. അവിടുത്തെ ഹിന്ദുക്കളെല്ലാം കൂടെ വിഗ്രഹം എടുത്തുകൊണ്ട് ഓടി ആറന്മുള ചെന്ന് അവിടുത്തെ ക്ഷേത്രമൊക്കെ പുനർപ്പണിച്ച് അവിടെ താമസിക്കാം. ഞങ്ങളുടെ അപ്പന്മാരൊക്കെ അവിടുന്ന് ജീവനും കൊണ്ട് രക്ഷപ്പെട്ടു. എൻ്റെ നാട്ടിൽ കുമ്പകോണിലും വെഡ്മണിയിലും കടനാട്ടൊക്കെ വന്ന് താമസിച്ചു, കാഞ്ഞിരപ്പള്ളിയൊക്കെ വന്ന് താമസിച്ചു. പക്ഷേ രവിപാണ്ഡ്യനെ കൊല്ലാൻ പറ്റിയില്ല. രവിപാണ്ഡ്യൻ രക്ഷപ്പെട്ടു. സുന്ദരപാണ്ഡ്യൻ തിരിച്ചുപോയി. തിരിച്ചു വന്നപ്പോൾ മുസ്ലിങ്ങൾ പറഞ്ഞു രാജ്യം ഞങ്ങൾ പിടിച്ചെടുക്കാൻ. അങ്ങനെ 1321 1350 വർഷം മധുരയിൽ നിന്ന് പാണ്ഡ്യന്മാർ ഓടിക്കപ്പെടുകയും മുസ്ലിങ്ങളവിടെ മുസ്ലിം രാജ്യമായി മാറ്റുകയും ചെയ്തു. 1371 അവരെ പരാജയപ്പെടുത്തി തിരുമല നായിക്കൻ്റെ സൈന്യം അവിടെ വരുന്നത്.
പാണ്ഡ്യന്മാർ അവിടുന്ന് രക്ഷപ്പെട്ട് കേരളത്തിൽ വന്നു. അതിലെ മൂത്ത മോൻ വന്നിട്ട് പൂഞ്ഞാറിൽ താമസിച്ചു. അങ്ങനെ പൂഞ്ഞാർ രാജവംശം ഉണ്ടായി. ഇളയ അനുജൻ കോന്നിയിൽ വന്ന് കോന്നിയൂർ താമസിച്ചു വന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ കൊളനടയുള്ള കൈപ്പുഴ തമ്പാൻ അവിടുത്തെ രാജാവിന് ഒരു മകൾ മാത്രമേ ഉണ്ടായിരുന്നു. ആ മകളെ ഈ ഇളയ രാജകുമാരൻ കല്യാണം കഴിച്ചു. അങ്ങനെ അദ്ദേഹം കൊളനട എത്തി. എന്നിട്ട് അദ്ദേഹം ഒരു കൊട്ടാരം പണിഞ്ഞു. എന്നിട്ട് ആ കൊട്ടാരമുള്ള സ്ഥലത്തെ പാണ്ഡ്യ അളം എന്ന് പറഞ്ഞാൽ രാജ്യം, പാണ്ഡ്യന്മാരുടെ രാജ്യം, പാണ്ഡ്യളം പറഞ്ഞു പന്തളം എന്നായി. പന്തളത്തിന്റെ പഴയ പേരെന്താണ്? കുറുന്തോട്ടിയൂർ. കുറുന്തോട്ടി വളർന്നിരിക്കുന്ന സ്ഥലത്താണ് പന്തളത്തിന്റെ പഴയ പേര്. ഇപ്പോഴും പന്തളം ജംഗ്ഷനിലെ പാലത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് കുറുന്തോട്ടിയൂർ പാലം. അങ്ങനെ പൂഞ്ഞാർ പന്തളം രാജവംശങ്ങളുണ്ടായി. AD 1370 ഈ ഇളയ രാജാവ് കൊളനടയിലെ കൈപ്പുഴത്തമ്മാന്റെ മോളെ കെട്ടി പന്തളത്ത് വരുന്നത്. ഈ പന്തളത്ത് വന്ന രാജാവ് കാട്ടിപ്പോകുമ്പം നിങ്ങളൊക്കെ കേൾക്കുന്ന കഥയിലെ മണികണ്ഠനെ കെട്ടി. മണികണ്ഠൻ പാണ്ഡ്യ സൈന്യം അവിടെ വന്നിട്ട് മടങ്ങിപ്പോയപ്പം മറോ സൈന്യം തിരിച്ചു പോയില്ല. അപ്പോഴത്തേക്ക് മധുര മുസ്ലിങ്ങൾ പിടിച്ചതുകൊണ്ട് ഇവന് തിരിച്ചു പോകാൻ പറ്റിയില്ല. അവരുടെ നേതാവായിരുന്നു ഉദയനൻ, അയാളുടെ അനിയൻ വ്യാഘ്രപാദൻ, മൂന്നാമത്തവൻ സിംഹബാഹു. ഈ മൂന്നെണ്ണം തിരിച്ചു പോയില്ല. അവർ കരിമലയുടെ മണ്ടയ്ക്ക് ഒരു കൊട്ടാരം ഉണ്ടാക്കി അവിടെ താമസിക്കാൻ തുടങ്ങി. ഇവർ കൊള്ളയടിയും ഭയങ്കര ബഹളമായിരുന്നു. ആ ഉദയനൻ വന്നിട്ട് ശബരിമല ക്ഷേത്രം പിടിച്ചിട്ട് അവിടുന്ന് സ്വർണ്ണം എല്ലാം കുത്തി വാരിക്കൊണ്ട് പോയി. ശബരിമലയുടെ അപ്പുറത്താണ് സ്വർണം പൂശിയ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു ആദിവാസികൾക്ക്. പൊന്നമ്പലം തന്നെ വിളിച്ചിരുന്നു. ഇപ്പം ക്ഷേത്രമൊന്നുമില്ല. ആ നിന്ന സ്ഥലം ഇപ്പോഴും പൊന്നമ്പലമായിട്ടാണ് വിളിക്കുന്നത്. പൊന്നമ്പലം വിളിച്ചില്ല. ശബരിമലയിലെ സ്വർണം കൊള്ളയടിക്കാൻ നമ്മൾ ഇപ്പോഴൊന്നും അല്ല, 1390 തുടങ്ങിയാണ്. ഉദയന്റെ കാലത്ത് ശബരിമലയിലെ സ്വർണവും പൊന്നമ്പലം സ്വർണ്ണം അടിച്ചോണ്ട് പോകാമായിരുന്നു. അങ്ങനെ ശബരിമല ആക്രമിച്ചപ്പോൾ അവിടുത്തെ പൂജാരി കൊല്ലപ്പെട്ടു. ആ പൂജാരിക്ക് ഒരു മകനുണ്ടായിരുന്നു. അയാളാണ് ജയന്തൻ എന്ന് പറയുന്ന മോൻ, ജയന്തൻ. അപ്പോൾ ഈ ഉദയൻ എന്ത് ചെയ്തു? പന്തളം രാജകൊട്ടാരത്തിലെ മോഹിനി തമ്പുരാട്ടി പോകുന്ന വഴിക്ക് മോഹിനി തമ്പുരാട്ടി കിഡ്നാപ്പ് ചെയ്തു. മോഹിനി തമ്പുരാട്ടി പറഞ്ഞു, ഞാൻ നിന്നെ ബലപ്രയോഗം ചെയ്യില്ല, പക്ഷെ നീ എന്നെ കല്യാണം കഴിക്കണം. മോഹിനി തമ്പുരാട്ടി പറഞ്ഞു, മകരസംക്രാന്തിക്ക് ശേഷം ഞാൻ നിന്നെ കെട്ടിക്കൊള്ളാം. അപ്പോൾ മകരസംക്രാന്തി അത് സേഫായി. അപ്പോൾ ഈ ശബരിമലയിലെ പൂജാരിയുടെ മകൻ ജയന്തൻ ഉദയന്റെ കൊട്ടാരത്തിൽ പാചകക്കാരനായിട്ട് കയറി മയങ്ങാനുള്ള മരുന്ന് കൊടുത്തിട്ട് ഉദയനെ മയക്കി കിടത്തിയിട്ട് മോഹിനിയെ തട്ടിക്കൊണ്ടുവന്നു, രക്ഷപ്പെടുത്തി. പൊന്നമ്പലം വീട്ടിൽ വന്ന് അവർ രക്ഷപ്പെടുത്തി. ഈ സമയത്താണ് മണികണ്ഠൻ സേനാനായകനായി. അദ്ദേഹം ചീരപ്പഞ്ചരക്കൽ അവിടെ പോയി ആയുധാഭ്യാസം ചെയ്തു. അവിടുന്ന് ആലങ്ങാട്ടുകാരെ, അമ്പലപ്പുഴക്കാരെയൊക്കെ അവിടുത്തെ ആയോധന വിദ്യയിലെ മുഴുവൻ പേരെയും ചേർത്ത് ഒരു സൈന്യമാക്കി. പക്ഷേ കരിമല കയറ്റി നമ്മൾ നടന്ന് മേപ്പോട്ട് കയറിയാൽ മുകളിൽ നിന്ന് താഴെ ആളുകൾ നോക്കി അമ്പയച്ച് ഉദയനെ കൊല്ലുവാണ്. ഉദയനെ പിടിക്കാൻ പറ്റുന്നില്ല, ഭയങ്കര പ്രശ്നം. ഇപ്പോഴും അവിടെ ചെല്ലുമ്പം കരിമല കയറ്റം കഠിനം വന്ന അയ്യപ്പ എന്ന് പറയും. അപ്പോഴാണ് ബാബർ വരുന്നത്. ബാബർ ഒരു തുർക്കിക്കാരനായിരുന്നു. അയാൾ മുസ്ലിം അല്ല. തുർക്കി ഇസ്ലാം മതത്തിൽ ചേരുന്നത് 1553 ബേസിൽ രണ്ടാമൻ, നമ്മുടെ ഓട്ടോമാൻ തുർക്കികളുടെ രാജാവ് മുഹമ്മദ് രണ്ടാമൻ കോൺസ്റ്റന്റിനോപ്പിൾ പിടിക്കുമ്പോഴാണ്. അപ്പോൾ ബാബർ ഇന്ത്യ വരുമ്പോൾ അയാൾ മുസ്ലിം അല്ല. അയാൾ വന്ന് മുഹമ്മദ് തുഗ്ലക്കിന് കുതിര കൊടുത്തു. അത് കഴിഞ്ഞ് അവിടുത്തെ മുസ്ലിം രാജവംശം മധുരയിൽ 1371 വരെ ഉണ്ടായിരുന്ന മുസ്ലിം സുൽത്താൻമാർക്ക് കുതിരയെ കൊടുക്കാൻ വേണ്ടി വന്നു. അപ്പോഴാണ് അയ്യപ്പൻ വിവരം അറിയുന്നത്. അയ്യപ്പ ഭഗവാൻ എന്ത് ചെയ്തു? ബാബറെ വിളിച്ചെടുത്തിട്ട് ബാബറുടെ കയ്യിൽ നിന്ന് 30 കുതിരയെ വാങ്ങിച്ചു. അപ്പോൾ ഇന്ത്യയിൽ ഈ കുതിര വളർത്തില്ല. കുതിരയ്ക്ക് വളരാനുള്ള അന്തരീക്ഷമല്ലേ ഇവിടെ ഉള്ളത്. പക്ഷേ അറബി നാട്ടിലും തുർക്കിയിലും ഒക്കെ ഈ മലകാരണത്തിൽ കുതിര ഓടിപ്പിടിക്കും. കുതിരയുടെ കാലിലൊക്കെ ഭയങ്കര ബലമാണ്. അങ്ങനെ ബാബറുടെ കുതിര വാങ്ങിച്ച ശേഷം ബാബരും അയ്യപ്പനോട് ചേർന്നിട്ട് കരിമല 4 സൈഡിൽ വളഞ്ഞു. ആളുകൾ നടന്ന് പതുക്കെ കയറി പോകുമ്പോൾ അവർ അമ്പയക്കും. കുതിരപ്പുറത്ത് മലയും കയറി ചെന്നപ്പോൾ തന്നെ ഉദയനൻ സർപ്രൈസ്ഡായി. ഉദയനെ കൊന്നു, വ്യാഘ്രപാദനെ കൊന്നു, സിംഹബാഹുവിനെ കൊന്ന് അവരുടെ എല്ലാം ഇതെടുത്തോട്ട് നേരെ ശരംകുത്തി വന്നു. അവിടെ ഉദയനൻ്റെ ഒക്കെ ആയുധമെല്ലാം താപ്പോട്ട് എറിഞ്ഞ് കളഞ്ഞു. അങ്ങനെ മറവന്മാരുടെ സൈന്യത്തിന് കൊല്ലപ്പെട്ടവർക്ക് വേണ്ടി മൃഗപൂജ നടത്തോടെ 136 ആടിനെയൊക്കെ ബലി കൊടുത്ത് ഈ ഭൂതങ്ങളൊക്കെ ഒഴിവാക്കാനായിട്ട് നടത്തും. പണ്ട് നടത്തുമായിരുന്നു, 1936 നിർത്തി. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് ശബരിമലയും പൊന്നമ്പലമേലിനെയൊക്കെ രക്ഷിച്ച അയ്യപ്പ ഭഗവാൻ അവസാനം മകരസംക്രാന്തി ദിവസം ശബരിമലയിൽ വന്നു.
ശബരിമല വന്ന് അയ്യപ്പ ഭഗവാൻ ശാസ്താവിൽ ലയിച്ചു. അയ്യപ്പ ഭഗവാൻ ശാസ്താവിൽ ലയിച്ചത് മകരസംക്രാന്തിക്കാണ്. അതുകൊണ്ടാണ് ശബരിമലയിൽ മകരസംക്രാന്തി വലിയ ഉത്സവമാണ്. അന്നാണ് അന്തരീക്ഷത്തിൽ മകരനക്ഷത്രം കാണുകയും അതേസമയം മലമുകളിൽ പൊന്നമ്പലമേട്ടിൽ വലിയ ദീപം തെളിയിക്കുന്ന കാണുകയും ചെയ്യുന്നു. 6 ദിവസത്തോളം വരെ കാണും. ഞാൻ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും സംബന്ധിച്ച കൂടുതൽ വീഡിയോകൾക്കായി ഈ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.